നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി സർവേകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഒരു സർവേ ഫലം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് എത്ര വലിയ ഏജൻസികളായാലും കുറച്ചുപേരെ കണ്ട് അല്ലെങ്കിൽ സാമ്പിളുകൾ ശേഖരിച്ച് അവരുടെയും അതിൻ്റെ ചുറ്റുപാടുകളെയും പറ്റി മനസ്സിലാക്കിയിട്ടാണ് ഒരു സർവേ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ആ സർവേ രീതിയാണ് കൂടുതലും നമ്മൾ കണ്ടുവരുന്നത്. അതും ഇപ്പോൾ ആക്സിസ് മൈ പോലെയുള്ള ഏജൻസികൾ ചെയ്താൽ വളരെ കൃത്യമാകുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ പ്രത്യേക സാഹചര്യങ്ങളും കേരളത്തെ തൊട്ടറിയാൻ പാകത്തിൽ ഇടപെടൽ നടത്തിയിട്ടുള്ള ചില ശാസ്ത്രജ്ഞന്മാരും ഗവേഷകന്മാരും ഒക്കെ നടത്തുന്ന ചില വിലയിരുത്തലും പ്രവചനങ്ങളും ഇങ്ങനെ ശരിയാകുന്നുമുണ്ട്. അതിലൊരു തരത്തിലുള്ള അല്ലെങ്കിൽ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ഒരു തരം സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഥവാ IMMന്റെ സ്ട്രാറ്റജി പ്രൊഫസർ തോമസ് ജോസഫ് മുന്നിൽ നിന്ന് നടത്തിയ സർവേ ഫലം വളരെ വ്യത്യസ്തമാകുകയാണ്. കേരള ഇന്നൊവേഷൻ കൗൺസിൽ മുൻ അംഗമായ പ്രൊഫസർ തോമസ് ജോസഫ് മുൻകാല തെരഞ്ഞെടുപ്പുകളിലെല്ലാം സ്ട്രാറ്റജികൾ രൂപപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും അനുഭവ സമ്പത്തും നല്ല ദീർഘവീക്ഷണവുമുള്ള ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനാണ്. അതായത് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് മുന്നണി വോട്ടർമാർ 6 വിധം ഉണ്ട് എന്നുള്ളതാണ്. LDF, UDF, NDA മുന്നണികളുമായി ബന്ധപ്പെട്ട് 6 തരത്തിലുള്ള ആളുകളാണ് നിലവിൽ സജീവമായി ഇവിടെ ഉള്ളത്. ഓരോ മുന്നണിയെയും അഗാധമായി വിശ്വസിക്കുന്ന, അന്ധമായി വിശ്വസിക്കുന്ന, അവരിൽ കടുത്ത ആത്മവിശ്വാസമാണ് ഉള്ളത്. അങ്ങനെയുള്ളവരെ വോട്ടർ അഥവാ വോട്ടർ ഒപ്റ്റിമിസ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. ഏതു സാഹചര്യത്തിലും തൻ്റെ മുന്നണിക്ക് വൻ ജയസാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ വിഭാഗത്തിലുള്ളവർ. അതേസമയം എല്ലാം കൈവിട്ടു പോയി എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചറിയുകയും ഇനി വലിയ തിരിച്ചടിയാണ് വരാനുള്ളത് എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിരാശരായി നിൽക്കുന്ന വോട്ടർ P അഥവാ പെസിമിസ്റ്റുകൾ, അവരാണ് ഒരു വശത്തുള്ളത്. അങ്ങനെ ഓരോ മുന്നണിക്കും വോട്ടർ Oയും വോട്ടർ Pയും ഉണ്ട് എന്നാണ് ഈ സർവേയിൽ വ്യക്തമാക്കുന്നത്. ഇതൊന്നുമല്ലാത്ത ചെറിയ ചായ്വോടുകൂടി കാര്യങ്ങളെ കാണുന്നവരും കൂടാതെ തികച്ചും നിഷ്പക്ഷമായ കാര്യങ്ങളെ കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി കാണുന്നവരുമുണ്ട്. ഇവരെല്ലാം കൂടിച്ചേരുന്നതാണ് യഥാർത്ഥ ചിത്രം എന്ന് പറയുന്നത്. അങ്ങനെ വിവിധ വീക്ഷണ കോണുകളിലൂടെ കാര്യങ്ങളെ സമീപിച്ച് വ്യക്തമായ ചിത്രം കണ്ടെത്തി ആളുകളെ കണ്ട് സംസാരിച്ച് വിദഗ്ധരും പ്രഗത്ഭരുമായ രാഷ്ട്രീയ നിരീക്ഷകരെ കണ്ട് ഉറപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഈ സർവേയിൽ വ്യക്തമാക്കുന്നത്. അതുപ്രകാരം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ മുന്നണിക്കും കിട്ടാൻ സാധ്യതയുള്ള സീറ്റുകളുടെ പ്രവചനം നടത്തുകയാണിവർ. കേരളത്തിൽ നിലനിൽക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് CPMന് ഇപ്പോൾ നിരാശാവാദമാണ് കൂടുതലുമുള്ളത്. പെസിമിസ്റ്റുകളായി മാറിയിരിക്കുകയാണ് ആ വിഭാഗത്തിൽപ്പെടുന്നവർ. എല്ലാ ഭാഗത്തു നിന്നും തിരിച്ചടികൾ ഇങ്ങനെ വരുമെന്ന് വിശ്വസിച്ചു തുടങ്ങിയ LDFും വലിയ ആത്മവിശ്വാസത്തോടെ നിൽക്കുന്ന UDFും തമ്മിലാണ് ഇത്തവണത്തെ കേരളത്തിലെ നിയമസഭാ മത്സരം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ലളിതമായ അല്ലെങ്കിൽ വളരെ ആശയപരവും ശാസ്ത്രീയപരവുമായ സർവേ പ്രകാരം വളരെ എളുപ്പമുള്ളൊരു മെത്തേഡിലാണ് അവർ സർവേ പ്രവചിച്ചിരിക്കുന്നത്. അത് ഇത്ര മാത്രമാണ്: കേരളത്തിലെ ഭരണം എല്ലാം കൊണ്ടും തകർന്നിരിക്കുന്നു. ജനങ്ങൾക്കൊരു ഭരണമാറ്റം അത്യാവശ്യമായി തോന്നിയിരിക്കുന്നു. വിജയസാധ്യതയില്ലാത്തത് കൊണ്ടും ന്യൂനപക്ഷങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റാത്തത് കൊണ്ടും വോട്ടർമാർക്ക് BJPയെക്കാളും 100 ഇരട്ടി വിശ്വാസം UDFിൽ വന്നിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഒഴുക്ക് തുടങ്ങുന്നതോടെ UDFന് 115 സീറ്റുകൾ വരെ കിട്ടിയേക്കാം എന്നാണ് പറയുന്നത്. വെറും 25 സീറ്റുകളിലേക്ക് LDF അല്ലെങ്കിൽ CPM ഒതുങ്ങിയാലും ഈ സർവേ പ്രകാരം തെറ്റില്ല എന്നുള്ളതാണ് അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. സത്യത്തിൽ LDF ക്യാമ്പുകളെ വലിയ രീതിയിൽ വിഷമിപ്പിക്കുകയും UDF ക്യാമ്പുകൾ വലിയ ഞെട്ടലോടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു സർവേയാണ് വന്നിരിക്കുന്നത്. അതായത് 115 സീറ്റുകൾ വരെ UDFന് കിട്ടുമെന്ന് LDFിൻ്റെ നിരാശാവാദികൾ തന്നെ സമ്മതിക്കുന്ന ഒരു സർവേയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ കാലങ്ങളായി CPM ഏകദേശം 10 വർഷക്കാലം LDF ഭരിച്ച കേരളത്തിൽ തകർന്നടിഞ്ഞൊരു കേരളം എന്നുള്ള ഒരു ചിന്ത LDFിലെ തന്നെ പ്രവർത്തകർക്ക് വന്നിരിക്കുകയും അത് UDFന് വലിയ നേട്ടമായി മാറുകയും ഒരുപക്ഷെ UDF 115 സീറ്റിലേക്ക് വരെ എത്തുകയും ചെയ്യും എന്നുള്ളതാണ് ഈ സർവേ പറഞ്ഞു വെക്കുന്നത്.